ഗസയിൽ സമാധാനം തുടരുമോ? വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഇസ്രായേൽ സൈന്യം ഭാഗികമായി പിൻവാങ്ങിയ പ്രദേശങ്ങളിലേക്ക് പലസ്തീനികൾ കൂട്ടത്തോടെ മടങ്ങുന്നു. വടക്കൻ ഗസയിൽ പൂർണ്ണമായും തകർന്ന പട്ടണങ്ങളിലേക്കാണ് മടക്കം. ഇതിനിടെ ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിന് മുതിർന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ പറഞ്ഞു. വെടിനിർത്തൽ കരാർ ഹമാസ് തെറ്റിച്ചാൽ വീണ്ടും ആക്രമിക്കാൻ മടിക്കില്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവനയോടാണ് എർദോഗന്റെ പ്രതികരണം. കിരൺ തുടരുന്നുണ്ട്. കിരൺ, ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമഘട്ടത്തിലായിരുന്നു. അത് സമാധാന ശ്രമങ്ങൾക്ക് ഏതാണ്ടൊരു കാര്യങ്ങളിലേക്ക് എത്തി. പക്ഷേ അപ്പോഴും കാര്യങ്ങൾ കൃത്യമായി തന്നെ നീങ്ങുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പൂർണ്ണമായും സമാധാനത്തിലേക്ക് ഈ പ്രദേശം എത്തുന്നില്ല എന്നാണോ? രഞ്ജിത്തെ, പൂർണ്ണമായ സമാധാനത്തിലേക്ക് ആ പ്രദേശം ഉടനെയെങ്കിലും എത്തുമെന്നൊരു പ്രതീക്ഷ ഒന്നും കൈവിടാൻ തൽക്കാലം ആവില്ല. എന്തായാലും തൽക്കാലം വെടിനിർത്തൽ അവിടെ സാധ്യമായിരിക്കുന്നു. ഭാഗികമായി ഇസ്രായേൽ സേന ഗസയിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന ഭാഗത്ത് നിന്ന് അവർ പിൻവാങ്ങി. ഏകദേശം ഇസ്രായേലിൻ്റെ അതിർത്തിയോട് ചേരുന്ന ഭാഗത്ത് ഏകദേശം പകുതി സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ പകുതി സ്ഥലങ്ങളിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഹമാസിൻ്റെ പോലീസ് വീണ്ടും ആ സ്ഥലങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ നിന്ന് നിർബന്ധമായി കുടിയിറക്കപ്പെട്ട, അല്ലെങ്കിൽ അവിടെ നിന്ന് വീടുകളും കെട്ടിടങ്ങളും എല്ലാം തകർന്ന് അവിടെ നിന്ന് പലായനം ചെയ്യപ്പെട്ട 10,000 വരുന്ന ജനങ്ങളാണ് ഇപ്പോൾ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മടങ്ങി വരുന്നവരുടെ പ്രശ്നമാണ് ഏറ്റവും രൂക്ഷമായി നിൽക്കുന്നത്. അവർ താമസിച്ചിരുന്ന വീടുകളോ അല്ലെങ്കിൽ അവർ ആ സ്ഥലങ്ങളോ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് തകർന്നുപോയ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. പൂർണ്ണമായും ഭാഗികമായും തകർന്ന ഒട്ടേറെ വീടുകളാണ്. അവിടെയൊക്കെ എങ്ങനെയാണ് ഈ ജനങ്ങൾ വീണ്ടും താമസത്തിലേക്ക് എത്തുക? മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ നിലവിൽ ഇല്ലാത്ത അവസ്ഥയുണ്ട്. എന്തായാലും ആളുകളൊക്കെ സ്വന്തം വീട് തേടി തിരിച്ചെത്തുക എന്നുള്ളത് ജനത്തെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ അവസാനിച്ചു എന്ന് കണ്ടപ്പോൾ തന്നെ ആ തരത്തിലേക്ക് എങ്ങനെയാണോ അവിടെ നിന്ന് പലായനം ചെയ്ത് അതുപോലെ തന്നെ തിരിച്ചു വരാനുള്ള ശ്രമവും ഒക്കെ നടക്കുന്നുണ്ട്. ഇവരെ എങ്ങനെ വരുന്ന ദിവസങ്ങളിലൊക്കെ താമസിപ്പിക്കും എന്നുള്ള വലിയ വെല്ലുവിളിയാണുള്ളത്. ഹമാസിന് മുന്നിലായാലും അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നിലൊക്കെ ഉയരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി അതുതന്നെയാണ്. ഇനിയും എത്രയോ കാലം എടുക്കേണ്ടി വരും അങ്ങനെ ഒരു നഗരത്തെ അതിൻ്റെ പുനർനിർമ്മാണം സംബന്ധിച്ചൊക്കെ ചില കരാറുകൾ വ്യവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അടിയന്തരമായും വേണ്ട പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ട്. അവർക്ക് കുടിവെള്ളവും ഭക്ഷണവും താമസിക്കാനുള്ള സൗകര്യവും അടക്കം താൽക്കാലികമായിട്ടെങ്കിലും ഒരുക്കേണ്ട കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ആവും വരും ദിവസങ്ങളിൽ പോകുക. ഇതിനിടയിൽ തന്നെയാണ് നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു ഭീഷണി മുഴക്കിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ആക്രമണത്തിന് മടിക്കില്ല എന്ന്. അപ്പോഴാണ് തുർക്കി ഈ സമാധാന ശ്രമങ്ങൾക്കൊക്കെ ഒപ്പം നിന്ന ഖത്തറിനൊപ്പം നിന്ന തുർക്കിയിൽ നിന്ന് അവിടുത്തെ പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ പറഞ്ഞത്. ആ തരത്തിലേക്ക് ഏതെങ്കിലും പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന് പറയുന്നത്. അത് വാക്പോരിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ ഈ രണ്ട് രാഷ്ട്ര നേതാക്കളുടെ വാക്കുകളെ കാണേണ്ടതില്ല. തൽക്കാലത്തേക്ക് മറ്റൊരു ലോകരാജ്യങ്ങൾ കൂടി ഇടപെടുന്നതായതുകൊണ്ട് അത്തരം ഒരു ആക്രമണത്തിലേക്ക് പോകും എന്ന് തൽക്കാലം പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ അത്തരം ഒരു ശുഭപ്രതീക്ഷയിലാണ് ലോകം നിൽക്കുന്നത്. സ്വാഭാവികമായും തിരിച്ചു ഉണ്ടായിക്കൂടാ എന്നൊന്നുമില്ല. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടേക്ക് മടങ്ങിയെത്തുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവരെ എങ്ങനെ സുരക്ഷിതരായി അവർക്ക് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് താമസ സൗകര്യം കൊടുത്ത് നിലനിർത്താനാവും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും കിരൺ ബാബുവാണ്